ഹലോ ഗായ്സ്, വെൽക്കം ടു RJ Vlogs. RJ Vlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹോംലി ആയിട്ടുള്ള ഒരു കുഴിമന്തിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുഴിമന്തി കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ സൈസിൽ ചിക്കനെ വരഞ്ഞെടുക്കണം. ഇനി നമുക്ക് ചിക്കന്റെ മസാലയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ക്യാപ്സിക്കവും സവാളയും അരിഞ്ഞത്, മല്ലിയില, മാഗി ക്യൂബ്, വിനാഗിരി, നല്ല ജീരകം, ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി. നമുക്ക് മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, സവോള അരിഞ്ഞത്, മല്ലിയില, മാഗിയുടെ ക്യൂബ്, ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, വിനാഗിരി. നമ്മൾ മാഗി ക്യൂബ്സ് ഇട്ടത് കാരണം ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. മസാല മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയതിനു ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാലയെല്ലാം ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ കുഴിമന്തിക്ക് വേണ്ടിയുള്ള റൈസിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ റൈസ് വെള്ളത്തില് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുഴിമന്തിക്ക് വേണ്ട ചിക്കൻ പാനിലേക്ക് ഓരോരോ പീസായി അടുക്കി അടുക്കി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ എല്ലാം അടുക്കി പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കാം. നമുക്ക് കുഴിമന്തിയുടെ റൈസിന്റെ കുക്കിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ജാതിക്ക, കുരുമുളക്, നല്ല ജീരകം, ഗ്രാമ്പു, ഏലക്ക. ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ചിക്കന്റെ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിടും. ചിക്കൻ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കാം. റൈസിന് വേണ്ടി നമുക്ക് ചിക്കന്റെ ചാറും കുറച്ച് എണ്ണയും ചിക്കനിൽ നിന്ന് കളക്ട് ചെയ്യാം. നമ്മുടെ റൈസിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ കുഴിമന്തിക്ക് വേണ്ട വേവിലേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചിക്കന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കന്റെ സൂപ്പും എണ്ണയും റൈസിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കളറിന് വേണ്ടി ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പച്ചമുളക് കുത്തി വെക്കാം. ഇനി നമുക്ക് 2 പീസ് കരി കത്തിച്ചെടുക്കാം. ഇനി നമ്മൾ റൈസിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കത്തിച്ച കരി അതിലേക്ക് ഇട്ട് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് ഒരു അടപ്പ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.